സെലു കിച്ചൻ വളപുരം എന്ന് പറയുന്ന ചാനലിലെ സെലീനയെ അറിയില്ലേ? നമ്മളെയെല്ലാം കുടുകുടെ ചിരിപ്പിച്ച സെലീന. മാസങ്ങൾ കൊണ്ട് 80,000-ഓളം സബ്സ്ക്രൈബേഴ്സിനാണ് സെലീന ഉണ്ടാക്കിയത്. സെലീന കാരണം തന്നെ പല റീച്ചില്ലാത്ത ചാനലുകളും റീച്ചിലേക്ക് എത്തുകയും ചെയ്തു. എന്തും വെട്ടിത്തുറന്ന് പറയുക എന്നതാണ് നമ്മുടെ സെലീനയുടെ ഒരു രീതി. പക്ഷേ സെലീനയുടെ മനസ്സിൽ ഒന്നും തന്നെ എന്നുള്ളത് സെലീനയെ ഏറ്റവും അടുത്തറിയുന്ന എല്ലാവർക്കും അറിയാം. അങ്ങനെയിരിക്കെ ഒരു ദിവസം നമ്മുടെ സെലീന കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ടുവന്ന സെലീനയുടെ 80,000-ഓളം സബ്സ്ക്രൈബേഴ്സുള്ള ചാനൽ ഒരു ദിവസം ഡിലീറ്റായി പോയെന്നുള്ള സങ്കട വാർത്ത പുറത്തു വന്നു. വളരെ കഷ്ടം തന്നെയാണ് ഇവരുടെ കാര്യം. ഇവർക്ക് ഭക്ഷണ കാര്യങ്ങൾക്ക് പോലും സഹായിക്കാൻ ആരും തന്നെ ഇല്ലാത്ത സാഹചര്യത്തിലൂടെയാണ് ഇവർ മുന്നോട്ട് വന്നുകൊണ്ടിരുന്നത്. സെലീന വൈറലാകുന്നതിന് മുമ്പേ വർഷങ്ങളോളം വീഡിയോകൾ ഇട്ടുകൊണ്ടേയിരുന്നിരുന്നു. അപ്പോഴൊന്നും ഒരു ജനശ്രദ്ധയും നമ്മുടെ സെലീനയുടെ ചാനലിൻ്റെ നേരെ തിരിഞ്ഞില്ല. അങ്ങനെയിരിക്കെയാണ് വല്യമ്മയുമായുള്ള ഒരു വീഡിയോ വൈറലാകുന്നതും സെലീനയെ ജനസമൂഹം മനസ്സിലാക്കുന്നതും. അങ്ങനെ സെലീന എന്ന നിഷ്കളങ്കമായ സ്വഭാവത്തിനുടമയെ എല്ലാവരും ചേർത്ത് പിടിക്കുകയും സെലീനയുടെ ഏകദേശ ജീവിത പ്രശ്നങ്ങളെല്ലാം യൂട്യൂബ് ചാനലിലെ വരുമാനത്തിലൂടെ തന്നെ കഴിഞ്ഞു പോകുമെന്ന് ആശ്വസിച്ചിരിക്കുന്ന വേളയിലാണ് ഇത്തരമൊരു സന്ദർഭം ഉണ്ടായത്. എങ്ങനെയോ സെലീനയുടെ ചാനലിൽ വയലേഷൻ സ്ട്രൈക്കുകൾ വന്ന് ചാനൽ യൂട്യൂബ് തന്നെ റിമൂവ് ചെയ്തു എന്നുള്ളതാണ് സെലീന ഇപ്പോൾ പറയുന്നത്. പക്ഷേ യൂട്യൂബിനെക്കുറിച്ചോ യൂട്യൂബിൻ്റെ നിയമങ്ങളെക്കുറിച്ചോ ഒന്നും മനസ്സിലാക്കാത്ത സെലീന അത് ശ്രദ്ധിച്ചില്ല എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇപ്പോൾ കാര്യം അതല്ല. ഇവർ വീണ്ടും പഴയ ദുരിതത്തിലേക്ക് തന്നെ പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവർക്ക് ആരും തന്നെയില്ല സുഹൃത്തുക്കളെ. ഇവരുടെ ജീവിത ആവശ്യങ്ങൾ വരെ നിറവേറ്റി കൊടുക്കാൻ ആരും തന്നെയില്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. ഇവർക്ക് ഭക്ഷണ കാര്യങ്ങൾക്ക് വേണ്ടിയെങ്കിലും എന്നും ഇവരെ സഹായിച്ച് ആരും തന്നെ ഇപ്പോഴും ഇവരെ കൂടെയില്ല. യൂട്യൂബിലെ ആ വരുമാനം മാത്രമായിരുന്നു ഇവരുടെ ആകെ ആശ്രയം. മുഖം കാണിക്കാൻ തയ്യാറില്ലാത്ത വല്യമ്മയും ഇന്ന് വീഡിയോയിൽ വന്ന് പറഞ്ഞ ഒരു ചങ്കിടിപ്പിക്കുന്ന കാര്യമുണ്ട്. അസ്സലാമു അലൈക്കും, നിങ്ങളെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, ഞങ്ങൾക്ക് വേറൊരു നിവൃത്തിയില്ല എന്നാണ് വല്യമ്മ സങ്കടത്തോടു കൂടി പറയുന്നത്. നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് ഭയമായിട്ട് സപ്പോർട്ട് ചെയ്തേക്കണം, അല്ലാതെ ഞങ്ങൾക്കൊരു ഈ വാക്കുകൾ പറയുമ്പോൾ വല്യമ്മയുടെ മുഖത്ത് വല്ലാത്തൊരു സങ്കടം തളം കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. പലരും ആ ചാനൽ പോയത് നന്നായി, സെലീനക്ക് അങ്ങനെ തന്നെ വേണം, നിന്റെ അഹങ്കാരം കുറയട്ടെ എന്നൊക്കെ പറയുന്നവർ ഒരിക്കലും ഇവരെ സപ്പോർട്ട് ചെയ്യാതെ പോകരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം മനസ്സിൽ ഒരു കളങ്കവുമില്ലാതെ ഉള്ള കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്ന സ്വഭാവ രീതിക്കാരിയാണ് നമ്മുടെ സെലീന. അതുകൊണ്ട് തന്നെ നിങ്ങളാരും ഇവരെ കൈവിടരുതെന്നും അതുകൊണ്ട് തന്നെ നിങ്ങളാണ് സെലീനക്ക് ചില പ്രയാസങ്ങളിൽ നിന്നെങ്കിലും രക്ഷപ്പെടാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തത്. ആ അവസരം ഇപ്പോൾ ദൗർഭാഗ്യമെന്ന് പറയട്ടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇനിയും നിങ്ങളുടെ പൂർണ്ണ പിന്തുണയില്ലാതെ ഒരിക്കലും സെലീനക്ക് അത്തരത്തിലൊരു ചാനൽ വളർത്തിയെടുക്കാൻ കഴിയില്ല. സെലിയുടെ ഈ വിഷമം മനസ്സിലാക്കിയും വല്യമ്മ പറഞ്ഞ ആ വേദനിപ്പിക്കുന്ന വാക്കുകൾ നിങ്ങൾക്ക് ഇനിയും ഇവരെ പിന്തുണക്കുവാനുള്ള മാനസിക അവസ്ഥ നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും. ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമ്മളിപ്പോൾ വന്നിട്ടുണ്ട് നമ്മൾ പുതിയ ചാനലിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. മാക്സിമം എല്ലാവരും പഴയ ചാനലിൽ ഇതേപോലെ തന്നെ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പിന്നെ എല്ലാവർക്കും പിന്നെ എന്ത് വാണിംഗ് വന്ന് പോയ കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ എൻ്റെ അശ്രദ്ധ മൂലം വന്ന സംഭവിച്ചതാണ്. അപ്പോൾ ഇത് അത് പക്ഷെ നിങ്ങൾ ഒരുമിച്ച് പറയണേ, വാണിംഗ് വന്ന് പോയതാണെന്ന് പറയാം. ഞാൻ പറയാം, വാണിംഗ് വന്ന് പോയതായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ ശ്രദ്ധ മൂലം സംഭവിച്ചൊരു കാര്യമാണ്. അത് ഇപ്പോൾ എനിക്കറിയില്ലായിരുന്നു. അങ്ങനെയൊന്നും ലൈവ് എടുക്കുമ്പോൾ അവർ പറഞ്ഞതിനനുസരിച്ച് ഞാനും അങ്ങനെ പറഞ്ഞ കാരണമാണ് അപ്പോൾ ചാനലിൽ ഇങ്ങനെ ആയി പോയത്. ഇപ്പോൾ അത് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പില്ല. അസ്സലാമു നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് ഭയമായിട്ട് സപ്പോർട്ട് ചെയ്തേക്കണം, അല്ലാതെ ഞങ്ങൾക്കൊരു